കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. മല്ലപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ആംഗ്ലിക്കൻ പാരമ്പര്യത്തിന്റെ ഈറ്റില്ലമാണ്. അത് ആരംഭിച്ചത് യശസ്വരനായ മഹാത്മാവായിരിക്കുന്ന ജോർജ് മാർട്ടിൻ അച്ഛനിൽ കൂടെയാണ്. ജോർജ് മാർട്ടിൻ അച്ഛന്റെ സ്മരണ നിലനിർത്തുക എന്നുള്ളത് മല്ലപ്പള്ളിയിലും ചുറ്റുപാടുമുള്ള ഓരോ ക്രൈസ്തവന്റെയും കടമയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഇന്ന് അവശേഷിക്കുന്ന ഏക സ്ഥാപനം മല്ലപ്പള്ളി ജോർജ് മാർട്ടിൻ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. അതിൻ്റെ ജീർണിച്ച അവസ്ഥയിൽ നിന്ന് അത് ആ ദേശത്തിന്റെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടാനാകുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സെക്കൻഡറി ഹോസ്പിറ്റലായിട്ട് വികസിപ്പിച്ചെടുക്കുവാനായിട്ട് ബഹുമാനമുള്ള ഡാനിയൽ മോഹൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ശ്രമം ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമാകുന്നു. ഇത് റാന്നി മുതൽ ഇങ്ങോട്ടുള്ള ഗ്രാമീണ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു പക്ഷേ ഏറ്റവും ആധുനിക ഡിപ്പാർട്ട്മെന്റുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ആധുനികമായ ഉപകരണങ്ങൾ സമ്പാദിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകുവാൻ കഴിയുന്ന രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുക്കുക. ഇതിന് മൊത്തം 32 കോടി രൂപയാണ് അടങ്കൽ തുകയായി നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 12 കോടി രൂപ ഇപ്പോൾ ഉടനെ ആവശ്യമാണ്. ഈ വർഷം തന്നെ അതിന്റെ പണി ആരംഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ, മല്ലപ്പള്ളിക്ക് ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആശുപത്രിയുടെ സേവനം വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയെടുത്ത ജീവിത സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ദൈവം തമ്പുരാൻ നമ്മളെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തി നാം ഈ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന മല്ലപ്പള്ളിക്കും ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ആധുനിക വൈദ്യ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ നാം അനുഭവിച്ച വിവിധ നന്മകൾക്ക് നന്ദി സൂചകമായി ഈ വലിയ പ്രോജക്റ്റില് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. റൂമുകൾ സ്പോൺസർ ചെയ്ത്, വിവിധ വൈദ്യ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്ത്, വിവിധ തരത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക കൈത്താങ്ങൽ തന്ന് നിങ്ങൾക്ക് ഈ വലിയ പ്രോജക്റ്റില് പങ്കാളികളായി തീരുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ചിന്തയ്ക്കും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പങ്കാളിത്തത്തിനും ഞാനത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വലിയ പ്രോജക്റ്റിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും എത്രയും പെട്ടെന്ന് ഇതിന്റെ പണികൾ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മല്ലപ്പള്ളിക്ക് ചുറ്റുപാടുമുള്ള ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. അപ്രകാരം ദൈവം നമ്മളെ ലോകത്തിന് ചുറ്റുപാടും ആക്കിയത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പിൻപറ്റിയതിന്റെ ഫലമായി ദൈവം തലമുറകളെ അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഈ തലമുറയുടെ ഉത്തരവാദിത്വവും ചുമതലയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ, ക്രൈസ്തവ സാക്ഷ്യത്തിനായി എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിപ്പാനും നമ്മൾ കഴിയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് ഈ പ്രോജക്റ്റിലെ പങ്കാളികളാകുവാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് ബഹുമാനപ്പെട്ട ഡാനിയൽ മോഹൻ സാറും അതിന് ചുമതലപ്പെട്ടവരും നിങ്ങളോട് വിവരിക്കും എന്നോ ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും
ഈ ഒരു പ്രോജക്റ്റിൽ ഇതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ആവശ്യമായ ഒരു സേവനം ചെയ്യുവാൻ എന്നോട് സാറ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് ഈ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് മല്ലപ്പള്ളിയിൽ യശസ്വരീനായ ജോർജ് മാത്യു അച്ഛൻ്റെ സ്മരണയ്ക്കായി ബൃഹത്തായ ഒരാശുപത്രി കെട്ടിപ്പടുക്കുവാനും അത് ദേശത്തിന് സമർപ്പിക്കാനും കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.